ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അതിരാവിലെ തന്നെ ഞാനൊരു പ്രിപ്പറേഷനിലാണ്. എന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, പൊതിച്ചോറ്. അപ്പോൾ ഞാൻ ഈ പൊതിച്ചോറ് കേട്ടിട്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. യൂഷ്വലി നമ്മുടെ അതായത് വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ നാട്ടിലൊക്കെ വന്നിട്ട് തിരിച്ച് ട്രെയിനിലൊക്കെ പോകുമ്പോൾ അമ്മൂമ്മ ഇങ്ങനെ വാഴയില അതിലൊക്കെ വാട്ടി ഭക്ഷണമൊക്കെ ഇങ്ങനെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല പൊതിച്ചോറ്. അപ്പോൾ ഇങ്ങനെ വൈകിയുടെ സ്കൂളിൽ എന്തോ ഒരു സ്കീം, പൊതിച്ചോറ് ആർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റും. അപ്പോൾ ഞാൻ തിങ്കി ഞാനും ഒന്ന് ട്രൈ ചെയ്താലോ. ശരി, ഇങ്ങനെ നമ്മൾ കാണുമല്ലോ, നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ച് ശരി, ഒരെണ്ണം നമുക്ക് കൊടുത്തു വിടാം. അങ്ങനെയാണ് ഞാൻ പൊതിച്ചോറ് ചെയ്യാമെന്നുള്ളൊരു ഇതിൽ വന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മളതിനകത്ത് കറികളൊന്നും ഒഴിക്കരുത്. ഇങ്ങനെ ഒഴിച്ച് കറിയൊക്കെ വരുമ്പോൾ ദാറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ നോൺ വെജ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പാടില്ല, നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ്. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് തോരൻ, മെഴുക്ക് പുരട്ടി, മുട്ട വറുത്തത്, പറ്റിയാൽ അവിയലുണ്ടാക്കണമെന്നുണ്ട് സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചമ്മന്തി അരച്ചിടാം, അതാണ് നല്ലത്. പിന്നെ വേണമെങ്കിൽ കുറച്ച് അച്ചാർ, ഇതൊക്കെ വെച്ചൊന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ ഇലയാണെങ്കിൽ ഇവിടെ കിട്ടാൻ വളരെ പാടാണ്, നമ്മുടെ പറമ്പിൽ വാഴയൊന്നുമില്ല. അപ്പോൾ ഞാൻ മഹേഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇല കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു പൊതിച്ചോറ്, അതായത് നമ്മുടെ ഒരു സ്നേഹപങ്ക് പ്രിപ്പയർ ചെയ്യുന്നത് കാണാം കേട്ടോ. ശരി, ഞാൻ ചോറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ നമ്മുടെ തോരൻ റെഡിയാകുന്നു, മെഴുക്കുവരട്ടിക്കുള്ളത് അരിയണം, എല്ലാ കറികളുമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കാം. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയയില്ല, എങ്കിലും ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യുകയാണ്. ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പൊതിച്ചോറിന് ഞാൻ ഇലയൊക്കെ വാട്ടിയെടുത്തൊരു ന്യൂസ് പേപ്പറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അവിയൽ, ഇതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ചോറ് വിളമ്പാം. ഓക്കെ, നമ്മളുടേത് വന്നിട്ട് സോനാ മസൂരിയാണ്. ഇതിപ്പോൾ ഇവിടെയൊക്കെ വലിയ വലിയ റൈസല്ലേ, നമ്മളിവിടെ ചെറിയ റൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നേഹപ്പൊതി ആർക്കാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇന്നൊരു ദിവസം നിങ്ങൾ ഈ ഒരു റൈസ് കഴിച്ചോളൂ കേട്ടോ. ഇച്ചിരി കൂടുതൽ നമുക്കിടാം. ഒരാളെന്ന് പറയുമ്പോൾ ആർക്കാതെ എത്തുന്നത് നമുക്കറിയില്ല. സോ ചോറിട്ടു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ബീട്രൂട്ട് തോരനാണ്. സോ അത് നമുക്ക് ഇവിടേക്ക് വയ്ക്കാം. ബീട്രൂട്ട് തോരനായി. അടുത്തത് നമ്മളെന്താ നെക്സ്റ്റ്, ഇത് വന്നിട്ട് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. സോ അത് നമുക്ക് ഇവിടെ വയ്ക്കാം അല്ലേ. സോ അതുമായി പിന്നെ ഞാൻ ഉണ്ടാക്കിയത്, ഒഴിച്ചു കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിയൽ ഉണ്ടാക്കിയത്. അതാകുമ്പം ഇറ്റ്സ് എ ഡ്രൈ ഫുഡ് അല്ലേ, അതാകുമ്പം പച്ചക്കറികളുമുണ്ട്. ഞാനിതിനകത്ത് ഇടിച്ചക്കയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ അവിയലും ഇതിലേക്ക് ആയി. സ്വന്തലായി ഇത്. ഇനി അടുത്തത് ഞാൻ ഒരു തേങ്ങാ ചമ്മന്തിയും ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഡബിൾ ഓംലെറ്റ്, അതും കൂടെ നമുക്കിതിനകത്ത് വയ്ക്കാം. നമുക്ക് ഈ ഒരു നടുക്ക് വയ്ക്കാം അല്ലേ. നമ്മുടെ ചൂട് ഇതെല്ലാം റെഡിയായി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞാലോ. സത്യമായിട്ട് എനിക്ക് പൊതിയാനറിയില്ല, എങ്കിലും ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാണ് ഗൈസ്. ഇത് രണ്ടും കൂടി ഇങ്ങനെ ആക്കിയിട്ട് ഈ പേപ്പറും കൂടി ഇങ്ങോട്ടാക്കാൻ പോവാണ്. നമ്മൾ 2 പേപ്പറും ഇങ്ങോട്ടായി. ഇനി ഇതെങ്ങനെയാണ്, ഞാനിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പേപ്പറും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പൊതിയാം ഗൈസ്. എൻ്റെ സ്നേഹപ്പൊതി ഈസ് റെഡി. അപ്പോൾ അങ്ങനെ പൊതിച്ചോറ് റെഡിയാക്കാൻ പഠിച്ചു. അപ്പോൾ ഗൈസ്, വീണ്ടും വൺസ് അഗൈൻ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പൊതിച്ചോറ് പൊതിയുന്നത് കണ്ടപ്പോൾ വൈകിക്ക് വീണ്ടും അവൾക്ക് ക്ലാസ്സിലിരുന്ന് കഴിക്കാനൊരു പൊതിച്ചോറ് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, അവൾക്ക് ഞാനൊരു പൊതിച്ചോറ് പൊതിയാം. അങ്ങനെ നമ്മൾ വൈകിക്കുള്ള പൊതിച്ചോറും റെഡിയായി. ഞാനൊരു മുട്ട ഓംലേറ്റും കൂടെ ആക്കിയാൽ ഇത് റെഡിയാണ്. ഓംലേറ്റ് ഇവർക്ക് പിന്നെ ഉള്ളിയൊന്നും ഇടുന്ന വലിയ താല്പര്യമില്ല, അവർക്ക് പ്ലെയിൻ ആയിട്ടുള്ളത് മതി എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഓംലേറ്റും റെഡിയായി. നമ്മളിതിലേക്ക് വെക്കുകയാണ്. ഇനി ഇതൊന്ന് പൊതിയാം. സോ ഗൈസ്, നമ്മളിതൊന്ന് പൊതിയാം. അപ്പോൾ എനിക്ക് വീഡിയോ എനിക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയില്ല, വൈ ബിക്കോസ് ഞാനായിരുന്നു ക്യാമറാമാൻ. അപ്പോൾ ഇതിപ്പോൾ അത് വൈകിയുടെയാണ്. അവർക്ക് പൊതിച്ചോറ് കൊടുത്തു വിട്ടപ്പോൾ അവർക്കും വേണമെന്നൊരു ആഗ്രഹം. ശരി, ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു ന്യൂസ് പേപ്പറും കൂടെ പൊതിഞ്ഞ് ഇത് റബ്ബർ ബാൻഡ് ഇട്ടു. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ പൊതിച്ചോറൊക്കെ റെഡിയാക്കി. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.